അനുമതിയിലേക്ക് പോകണം. അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തത്തിനെ തുടർന്ന് മരണം സംഭവിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പൊക്കെ വലിയ ജാഗ്രതയിലാണ്. നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രോഗം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത നിലമ്പൂർ, പോത്തുകല്ല്, ഏറനാട്, ചാലിയാർ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല അവലോകന യോഗം ഇന്ന് ചേരും എന്നുള്ളതാണ് വിവരങ്ങൾ. അനുമോദ്, ഭയാനകമായ സാഹചര്യമാണോ ഈ ജില്ലയിലുള്ളത്? കാരണം ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒന്നല്ല. ജാഗ്രത വേണ്ടിവരും, ഒപ്പം നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഏത് തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കൂടുതൽ പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടോ? നിലമ്പൂർ മേഖല, പ്രത്യേകിച്ച് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന നിലമ്പൂരുമായിട്ടുള്ള മേഖലകളിൽ വലിയ തോതിൽ തന്നെ ഈ രോഗം പടർന്നു പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു വ്യാപനം അവിടെ കണ്ടെത്തിയിരുന്നു. ഇതുവരേക്കുള്ള കണക്ക് പ്രകാരം 8 പേരാണ് ഈ വർഷം മാത്രം ഈ ഒരു രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം മരിച്ചിട്ടുള്ളത്. ഈ മാസം മാത്രം 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. 5 പേർ ഈ ഒരു അസുഖം ബാധിച്ച് മരിച്ചു എന്ന് വിലയിരുത്തലുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണമായിട്ടും ഈ അസുഖം കാരണമാണോ മരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ പരിശോധനകൾ, കൂടുതൽ നടപടികൾ ഈ മേഖലയിൽ ശക്തമാക്കുന്നത്. പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം ചേരുന്നത്. ഈ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ തന്നെ കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു മേഖലയിൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രോഗം വന്ന് മറ്റ് അസുഖങ്ങൾ കൂടിയുള്ളവരാണ് ഇതിൽ ജീവൻ നഷ്ടമായവരെന്ന ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. അതായത് പെട്ടെന്ന് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവുകയും മഞ്ഞപ്പിത്തം വരികയും ചെയ്യുന്നതോടെ ഈ കരളിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യം, കരൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യം, അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അപകടകരമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയോ ചികിത്സ തേടുകയോ വേണം എന്നുള്ള നിർദ്ദേശമാണ് കർശനമായി നൽകിയിരിക്കുന്നത്. ഒറ്റമൂലി ചികിത്സയിലേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മുൻപ് അസുഖം ഉണ്ടായവരുടെ വീടുകളിൽ രണ്ടാമത് അസുഖം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആ വീടുകളിൽ ചെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ജനുവരി മുതൽ ഇതുവരേക്കും സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 1032 സ്ഥിരീകരിച്ച കേസുകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. 3184 സ്ഥിരീകരിക്കാത്ത കേസുകളും ഈ ഒരു മേഖലയുണ്ട്. ഇത് വലിയൊരു സംഖ്യ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ മഴക്കാലം വരുന്നതിന് മുൻപ് ഈ ഒരു പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയില്ലെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു വ്യാപനം ഒരുപക്ഷെ കൂടുതലാവാനുള്ള സാധ്യത മുന്നിലുള്ള മറ്റ് അസുഖങ്ങൾക്കൊപ്പം തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത തല യോഗം. ആരോഗ്യവകുപ്പിന് മാത്രമല്ല, അതിൽ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ 2 മേഖലകളിലും വിളിച്ചു ചേർത്തിരിക്കുന്നത് 10:30 ചാലിയാർ ആദ്യ യോഗം ചേരുക. അതിനുശേഷം 11:30 ഉച്ചയ്ക്ക് മുമ്പായിട്ട് പോത്തുകല്ലിലും ഈ ആരോഗ്യവകുപ്പിൻ്റെ യോഗം ചേരും. ശേഷം തുടർ നടപടികളെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുഭവം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ